ഇന്ന് റിപ്പോർട്ടറിനകത്ത് ഒരു വാർത്ത കണ്ടു. പിന്നാലെ നടന്ന് ശല്യം, രണ്ടുപേരെയും ഒരുമിച്ച് കല്യാണം കഴിക്കണം, അമ്പടെ ജിഞ്ചിനാക്കടി ആദില നൂറന്നെ നിനക്ക് കെട്ടണമല്ലോടാ എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ആദില നൂറയും ഒരാൾക്ക് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ പോറ്റിക്കോളാം, ഞാൻ നല്ല പോറ്റാൻ കൽപ്പുള്ള ഒരുതിനാണ്, രണ്ടുപേരും ഞാൻ പോറ്റിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവര് നിരന്തരമായിട്ട് പുറകെ നടന്ന് ശല്യം ചെയ്യുന്നു. ആരെ? ആദിലയും നൂറയും. അവർ ഓൾറെഡി എന്താണ്, ലെസ്ബിയൻ കപ്പിൾസ് ആണ് അവര്. നല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആദില നൂറ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ അവരുടെ ഇതിനകത്ത്, ഇൻസ്റ്റാഗ്രാം പേജിനകത്ത്. നമുക്ക് ഏതായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അത് കണ്ടാലേ നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാത്തുള്ളൂ. ഞങ്ങളിപ്പോൾ നേക്കുന്ന ഒരു കാര്യം പറയാനാണ്, ഒരു സീരിയസ് ഇഷ്യൂ റിഗാർഡിങ് സ്റ്റോക്കർ. അപ്പോൾ ഒരു ആള് 2024 ഒരു നവംബർ തൊട്ട് ഞങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2024 നവംബർ, 2025 നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, അപ്പോ 1 വർഷവും 3 മാസവും അവന്റെ ഒരു ഡെഡിക്കേഷൻ. നിന്റെ ഡിക്കാഷൻ ടൈമിൽ നമ്മളിങ്ങനെ ഇഗ്നോർ ചെയ്ത് വിട്ട് ആൾക്ക് കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച്. അപ്പൊ അത് വിട്ടതിന് ശേഷം പിന്നെ നമുക്ക് അങ്ങനത്തെ മുമ്പൊക്കെ വരലുണ്ടായിരുന്നു, ഇഗ്നോർ ചെയ്ത് വിടും. നമുക്ക് മുന്നേ ഇങ്ങനത്തെ കുറെ മെസ്സേജസ് വരില്ല, നിങ്ങളെ രണ്ടാളും ഒരുമിച്ച് കല്യാണം കഴിക്കും, നമ്മളത് ഇഗ്നോർ ചെയ്യും. ബിക്കോസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പലതും വരുമല്ലോ. അപ്പൊ അത് അങ്ങനെ ഇഗ്നോറൻറ്റ് മൈൻഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബിഗ് ബോസ് പോണതിന് തൊട്ട് മുന്നേ ഞങ്ങൾ ഒരു കൊളാബ് ചെയ്തൊരു സ്ഥലത്ത് പോയിട്ട് ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കി ആയിരുന്നു ഇയാള്. അപ്പൊ ഇയാളുടെ പിക്ക് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു, മെയിലിൽ DP-യും കാര്യങ്ങളും കണ്ടിട്ട്. അപ്പൊ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു, അതിൽ പോകുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെ നിൽക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം നമ്മൾ കംപ്ലൈന്റ് ഒക്കെ എഴുതി. പക്ഷേ അപ്പോഴാണ് ബിഗ് ബോസിന്റെ കോൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതും കംപ്ലൈന്റും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ, നമ്മളുള്ളിൽ പോയാൽ എങ്ങനെ റെഡിയാവും. അതിനുശേഷം നമ്മൾ ബിഗ് ബോസിനൊക്കെ വന്നതിന് ശേഷം ഞങ്ങളൊരു ഫാൻ മീറ്റപ്പിന് വന്നിരുന്നു പുള്ളി. പിന്നെ ഒരു ആളുടെ ലൈക്ക് നമ്മുടെ ക്ലോസ് ആയിട്ട് അറിയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ പോയി ചോദിച്ചു നമ്മുടെ ഡീറ്റെയിൽസ്, അഡ്രസ്സും കാര്യങ്ങളും കിട്ടുമെന്ന്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ, അതായത് അവരുടെ ഒരു പ്രൈവസി മാനിക്കാതെ അവിടെ പോയിട്ട് നിന്ന് ഞങ്ങളുടെ അഡ്രസ്സും ഞങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ അതായത് ഇവരുടെ പുറകെ നടന്ന് ഇവരെ നിരന്തരമായിട്ട് ശല്യം ചെയ്യുകയാണ് എന്നാണ് ആദില നൂറ ഇവിടെ പരാമർശിക്കുന്ന സാധനം. ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇത് 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷത്തിലധികമായിട്ട് ഇവരെ ഇങ്ങനെ നിരന്തരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അയാൾക്ക് ശരിക്കും ഇഷ്ടം കൊണ്ടാകാം, പക്ഷെ ഇഷ്ടം കൊണ്ടാണെങ്കിൽ പോലും അത് ലീഗലി നമ്മുടെ നാട്ടിൽ പോസിബിൾ ആകില്ല. ആ ലീഗലി പോസിബിൾ ആകാത്ത കാര്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഈ ആദില നൂറേനെ നിരന്തരമായിട്ട് ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യുമ്പോഴത്തേനും അവർക്ക് ഇവർ ചിന്തിക്കുന്നത്, ഞാൻ 1.5 വർഷം കൊണ്ട് പുറകെ നടക്കുന്നു, എന്റെ ആത്മാർത്ഥമായ പ്രണയം അവർ തിരിച്ചറിയണം എന്ത് ചിന്തിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ അവർക്കത് ഒരു പൂവാല കമ്പട ചിഞ്ഞിട കോഴി എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഇനി ഇത് മാത്രമല്ല, ഈ ഒരാള് ഈ പുറകെ നടന്ന ആളുടെ ഫേസോ ഡീറ്റെയിൽസോ അഡ്രസ്സോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അയാളുടെ മുഖമോ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അയാള് മറ്റേതെങ്കിലും സ്ത്രീകളുടെ പുറകെയും ഇതുപോലത്തെ അല്ലെങ്കിൽ ഇത്രയും നമ്മളിപ്പോ 2 പേരെ കെട്ടുമ്പോ രഞ്ജാലൻ, 3 പേരെ കെട്ടുമ്പോ അതല്ല 5 പാഞ്ചാലിയുടെ പോലെ മറ്റൊരു സാധനമാണോ പുള്ളി ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അയാളുടെ ഫേസ് ഒന്ന് എക്സ്പോസ് ചെയ്യായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ മറ്റേതെങ്കിലും സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കായിരുന്നു. ഈ എക്സ്പോസ് ചെയ്യാത്തതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പൊ നമ്മുടെ ഷിംജിത കേസൊക്കെ വന്നിട്ട് എക്സ്പോസ് ചെയ്തെന്നും പറഞ്ഞിട്ടായിരുന്നു പ്രശ്നം. എന്തൊക്കെ പ്രശ്നം ഇതിലേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇവരോട് ബാക്കി വെക്കാം. ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച കേസ് കൊടുക്കാം എന്നുള്ളതിൽ പിന്നെ ഞങ്ങൾക്ക് ഈ അടുത്ത് ഗവൺമെന്റിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ മന്ത്രിയുടെ ഇതിൽ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടിരുന്നു. അപ്പോൾ അത് കംപ്ലൈന്റ് ആയിട്ട് ഫോർവേഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കാൻ നിൽക്കുന്ന ഒരു ടൈമിൽ ഇപ്പോൾ നമ്മളൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് റിസോർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പുള്ളി തേടി വന്ന് അപ്പോൾ നമ്മൾ ഇവര് പോകുന്നിടത്തെല്ലാം ഇയാൾ തിരക്കി വരുന്നുണ്ട്. ഇവരൊരു റിസോർട്ടിൽ പ്രൊമോഷൻ പോയപ്പോൾ അവിടെ തിരക്കി വന്നു. അപ്പൊ എങ്ങനെയാണ് നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നത്? അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കൂ. ഞാൻ അവിടെ പ്രൊമോഷൻ പോകുന്നു, അതോ ഞാൻ ഇവിടെ പ്രൊമോഷൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പോകുന്നതോ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് പുറകെ വരുന്നതാണോ എന്നറിയില്ല. ഏതായാലും ഇതിനെതിരെ നിയമ നടപടികൾ ഇപ്പോഴാണ് അവർ സ്വീകരിച്ചത്. അവര് ഒരു കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തിട്ടത് ഇപ്പോഴാണ് പോയത്. ഇതൊന്നും അല്ല കേട്ടോ, ഞാൻ പറയാൻ വരുന്ന പ്രധാന കാരണം ഇതൊന്നും അല്ല. അതിലേക്ക് നമുക്ക് വരാം, ബാക്കി കേട്ടിട്ട് വരാം. പോലീസിനെ അറിയിച്ച് അത് പോലീസ് നല്ല ഇതിൽ കൈകാര്യം ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ എടുത്തിട്ടുണ്ട്, സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ട് FIR അപ്പോൾ അത് അതിന്റെ രീതിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള നടപടികൾ പോകും. അപ്പോൾ എന്തെങ്കിലും ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ ലെറ്റ്സ് സീ ഇതെങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ എന്തായാലും നമ്മുടെ സൈഡിൽ നിന്ന് ഹാൻഡിൽ ചെയ്തിട്ട് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് കേസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാ നിയമത്തിന്റെ രീതിക്ക് പോട്ടെ എന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഇപ്പോൾ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതും ഇൻ ദ സെൻസ് അവിടെ വൃത്തിയായിട്ട കാക്കയോടൊന്നും മിണ്ടായിരിക്കാൻ പറയുക. നിങ്ങൾ പറ്റുമെങ്കിൽ ഇതുപോലത്തെ ഒരു മൈക്ക് മേടിച്ച് വെക്കുക, പറയുന്നത് പകുതിയും കാക്ക കൊണ്ടുപോകുന്നു. കമന്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ സൂക്ഷിക്കുക. നമ്മുടെ നിയമം ഇപ്പോൾ സ്ട്രോങ് ആണ്. നമ്മൾ ഇപ്പോൾ ഫേക്ക് അക്കൗണ്ട് ആണെങ്കിലും ആളെ കണ്ടുപിടിക്കാനുള്ള സാധനങ്ങൾ വരെ ഉണ്ട്. അത് ഈസി ആയിട്ട് പോകാൻ പറ്റും. അപ്പൊ ആരാണെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഇടുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളെ ഹേർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് ഹറാസ് ചെയ്യാൻ പാകത്തിൽ ഇടുമ്പം നിങ്ങൾ സൂക്ഷിക്കുക. ബിക്കോസ് നിങ്ങളെ വീട്ടിലും എന്താ പറയുക ഫാമിലി ഒക്കെ ഉണ്ടാവും. അപ്പം അത് അങ്ങനെ വരാതെ സൂക്ഷിക്കാം.
നമ്മൾ ഒരു ഇതിൻ്റെ പുറത്തിറങ്ങി തിരിക്കുകയാണെങ്കിൽ നമ്മളത് മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് വിടാനേ നോക്കത്തുള്ളൂ. ക്ലിയർ ഇൻ ദ സെൻസ് മൊത്തത്തിൽ നിയമത്തിൻ്റെ രീതിക്ക് ഹാൻഡിൽ ചെയ്ത് വിടാനേ നോക്കത്തുള്ളൂ. സോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റെസ്പെക്ട് ചെയ്യാൻ. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ ആദില നൂറ എന്ന് പറയുന്ന ആൾക്കാർ LGBTQ കമ്മ്യൂണിറ്റിയിൽ അകപ്പെട്ട ഒരാളാണ്. ഇവർ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. ഈ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് A++ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഈ പ്ലസ് എന്ന് പറയുമ്പോഴത്തേനും അവരുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ സെക്ഷുവാലിറ്റി അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നൊരു സാധനമാണ് അതിനകത്ത് പറയുന്നത്. ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ഇപ്പൊ ഇയാള് ചിലപ്പോൾ ഒരു പക്ഷേ നാളെ അവകാശപ്പെടും ഞാൻ മൾട്ടിപ്പിൾ ഗേൾസിൽ ഇങ്ങനെ അതാണ് എൻ്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഈ സപ്പോർട്ട് ചെയ്യില്ലെന്ന് അറിയില്ല. എനിക്ക് മെജോറിറ്റി ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ കുറെ ആശയങ്ങളോട് എനിക്ക് യോജിപ്പില്ല. എന്റെ വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷെ ആ യോജിപ്പില്ലായ്മ ഒരിക്കലും കാണിക്കാറില്ല. എനിക്ക് അതിലെ നൂറേനൊക്കെ ഇഷ്ടം കേട്ടോ. അതിലെന്നല്ല, എനിക്ക് നൂറേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ബിഗ് ബോസിനകത്ത് അവരുടെ കണ്ടിടത്തോളം. കാരണം അതിലാണ് ഒരുപാട് പ്രശ്നങ്ങളും വള്ളികളും ഒക്കെ ഉണ്ടാക്കിയത്. നൂറ് അങ്ങനെ അത്രയും ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കണ്ടില്ല. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ, ഈ ചെറുപ്പക്കാരനാണോ കളവനാണോ ആരോ ഒരുത്തൻ, അവന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദിലയും നൂറിനെയും ഒന്നിച്ച് വിവാഹം കഴിക്കണം. അപ്പോ ആസ് പെർ വി സീയിങ് നമ്മുടെ നിയമപ്രകാരം ദാറ്റ് വാസ് നോട്ട് പോസിബിൾ അണ്ണച്ചി അത് നടക്കമാട്ടെ. ഇതിനകത്ത് ഈസ് ജനറലി ഇല്ലീഗൽ ഇൻ ഇന്ത്യ മോസ്റ്റ് സിറ്റിസൺസ് അണ്ടർ ഹിന്ദു മാരേജ് ആക്ട് 1955 ആൻഡ് IPC സെക്ഷൻ 494/495. അതായത് നമ്മുടെ നാട്ടില് ഒരു വ്യക്തിക്ക് മൾട്ടിപ്പിൾ ഭാര്യമാരെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകളെ, ഒന്നിലധികം ആളുകളെ വിവാഹം കഴിക്കണം എന്ന് പറയുന്ന ആശയം ഇവിടെ നിയമപരമായി പോസിബിൾ അല്ല. ചില സമയത്ത് മാത്രം പോസിബിൾ ഉണ്ട്. ആ പോസിബിളിലേക്ക് നമുക്ക് വരാം. അപ്പോ നമ്മളെ ഹിന്ദു മാരേജ് ആക്ട് 1995 പ്രകാരം സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റ്സ് പോളിഗമി ഫോർ ഹിന്ദുസ്, ബുദ്ധിസ്റ്റ്, ജെയിൻസ് ആൻഡ് സിഖ്. എ സെക്കൻഡ് മാരേജ് ഡ്യൂറിങ് സബ്സ്റ്റൻസ് ഓഫ് ഫസ്റ്റ് ഈസ് വോയിഡ് ആൻഡ് പണിഷബിൾ. അതായത് ഓൾറെഡി ഒരു വിവാഹം ഇരിക്കെ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം രണ്ടാമത് ഒന്നുകൂടെ കെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ നീ ഉള്ളേ പോകുമ്പോഴാ മനസ്സിലായോ. രണ്ടാമത്തെ മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം അലോസ് എ മുസ്ലിം മാൻ ടു ഹാവ് അപ് 2 wives പ്രൊവൈഡഡ് ഹി ട്രീറ്റ്സ് ദം ഈക്വലി. ചില സമയത്ത് ഒരു മുസ്ലിം യുവാന് ഒന്നിലധികം ഭാര്യമാരെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നുണ്ട്, നിയമം അനുശാസിക്കുന്നുണ്ട്, രണ്ടുപേരെയും ഒരേപോലെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഇങ്ങനൊരു വിഷയം വരുമ്പോഴത്തേനും പലരും ചോദിക്കാൻ വരുന്നൊരു കാര്യം ബഷീർ ബാഷിയുടെ കാര്യമാണ് ചോദിക്കാൻ ഒരു സാധനം ഉള്ളത്. അതിനുള്ള സാധനമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന വ്യക്തിക്ക് രണ്ടുപേരെ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ ഒരാളെ വിവാഹം കഴിക്കണം എന്ന് താല്പര്യമുള്ളപ്പോ ഈ പറയുന്ന പെൺകുട്ടിക്ക് നിന്നെ വിവാഹം കഴിക്കണം എന്നുള്ള താല്പര്യം വേണ്ട അണ്ണാ. അവർക്ക് അങ്ങനെ പുരുഷന്മാരിൽ ആകർഷണം തോന്നുന്ന ഒരു സാധനമല്ല അവരുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. പിന്നെ നീ എന്തരി കാണിക്കണത്? ഓക്കെ, സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 പ്രകാരം ഡസ് നോട്ട് അലൗ സെക്കൻഡ് മാരേജ് വിത്തൗട്ട് ഡിവോഴ്സ്. സെക്കൻഡ് മാരേജ് ഉള്ളപ്പോ ഫസ്റ്റ് മാരേജിനകത്ത് ഒരാളുള്ളപ്പോ രണ്ടാമതൊരു വിവാഹം കഴിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ ഒരു ബേസിക് കോൺസെപ്റ്റ് ഇതാണ്. ഒരു ഭാര്യ ഇരിക്കെ മറ്റൊരാളുടെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിഹിത് എന്ന ഒരു അപരനാമത്തിലാണ് നമ്മളിപ്പോൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഒരാൾക്ക് നിനക്കൊരാളിൽ അട്രാക്ഷൻ തോന്നി, നിനക്കൊരാളെ ഇഷ്ടം തോന്നി, പോയി അയാളോട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുക. അയാൾ തിരിച്ച് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറകെ നടന്ന് എനിക്കിഷ്ടമാണേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുമാതിരി വൃത്തികെട്ട പരിപാടികൾ പരമാവധി കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഏതായാലും ഇയാൾക്കെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് അതിനെതിരെയുള്ള ആക്ഷൻസ് എടുക്കട്ടെ. ഇവരെ ഇത്തരത്തിലുള്ള ശല്യം ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കട്ടെ. ബേസിക്കലി ഈ ആദില നൂറ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ സൈബർ ബുള്ളിങ് ചെയ്യാനുള്ള ഒരു ഈസി ആയിട്ടുള്ള ആളുകളായിട്ടാണ് കാണുന്നത്. ഇവരെ മാത്രമല്ല, ഇവരെ പോലെ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളൊക്കെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഇതിൽ നിന്നൊക്കെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് കിട്ടത്തുള്ളൂ. ഇതുപോലെ ഒന്നിലധികം സ്ത്രീകളുടെ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വൈഫിനെ ഡിവോഴ്സ് ചെയ്തിട്ട് മറ്റൊരു വൈഫിന് ആ വൈഫിനും കൂടെ അല്ലെങ്കിൽ ആ പെണ്ണിനോട് താല്പര്യം ഉണ്ടെങ്കിൽ കിട്ടുക. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തുക. എനിക്ക് അയാളെ എക്സ്പോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്ക് എക്സ്പോസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ സെൻസ് മോശം ഒരു സാധനത്തിനല്ല, ഇയാൾ മറ്റേതെങ്കിലും പെൺകുട്ടികളോട് ഇങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടോ, ഇവന്റെ ഒരു സ്ഥിരം നേച്ചറാണോ ഇതെന്ന് നമുക്കൊന്ന് നോക്കാമായിരുന്നു. ഇതിൽ നിയമപരമായിട്ട് പോയി വളരെ നല്ല കാര്യം. ഷിംജിത പൊല്ലു മാതൃക എടുത്തില്ല. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തുക. ബൈ.